ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം. തികച്ചും ഒരു ബുദ്ധിപരമായ ക്ലാരിറ്റി നിങ്ങൾക്ക് ഈ സമയത്ത് ലഭിക്കുന്നുണ്ട്. നിങ്ങളൊരു പ്രത്യേക സാഹചര്യത്തിലാണ് പെട്ടെന്ന് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരവസ്ഥ വന്നപ്പോൾ നിങ്ങൾ സ്വന്തം പവർ തിരിച്ചറിയുന്നു, വളരെ പ്രായോഗികമായി ചിന്തിച്ച് പ്ലാൻ ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുന്നു. സ്വന്തം നിലപാട് നിങ്ങൾക്ക് വ്യക്തമാക്കാൻ കഴിയുന്നുണ്ട്. ആത്മവിശ്വാസവും ഉണ്ട്. നിങ്ങളുടെ ലക്ഷ്യത്തെ മുന്നിൽ കണ്ട് അത് നേടാൻ പ്ലാൻ ചെയ്യുക. സ്വന്തം ജഡ്ജ്മെന്റിനെയും ഇൻറ്റ്യൂഷനെയും പൂർണ്ണമായും വിശ്വസിക്കും. അടുത്തതായി 7 ഓഫ് സോഴ്സിന്റെ എനർജിയാണ് ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ അടുത്ത് ഒരു ചീറ്റിംഗ് ഒരു പക്ഷേ സംഭവിച്ചിരിക്കും. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് പെട്ടെന്ന് എല്ലാ ഉത്തരവാദിത്തങ്ങളും കൂടി നിങ്ങളുടെ തലയിൽ വന്നു ചേർന്നത്. നിങ്ങളുടെ ചുറ്റും ആരെങ്കിലും കണ്ണിങ് ആയി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഈ സിറ്റുവേഷനിൽ വിജയിക്കാൻ നിങ്ങൾ വളരെ സൂത്രത്തോടെ കൂടി പ്രവർത്തിക്കണം എന്നൊരു സന്ദേശം കൂടി ലഭിക്കുന്നുണ്ട്. ചീറ്റിങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ചിന്തിക്കണം. അടുത്തതായി സ്റ്റാർ ആണ് ലഭിച്ചിരിക്കുന്നത്. സ്റ്റാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിന്യൂവൽ, അതിൻ്റെ എനർജിയാണ്. പ്രതീക്ഷ, ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. വിഷമകരമായ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ്, അതുപോലെ ഇൻസ്പിറേഷൻ, ഇതെല്ലാം യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ എല്ലാവിധ ബ്ലെസ്സിങ്സും ഉണ്ട്. അടുത്തതായി വന്നിരിക്കുന്നത് 10 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളുടെ ഭാരം നിങ്ങളുടെ ചുമലിലുണ്ട്. അത് നിങ്ങളെ തളർത്താതിരിക്കാൻ എന്ത് ചെയ്യണം എന്നാലോചിക്കണം. ആവശ്യത്തിൽ കൂടുതൽ ഭാരം ഏറ്റെടുത്ത് തലയിൽ വയ്ക്കരുത്. നോ പറയേണ്ടടുത്ത് നോ പറയുക. കഴിയുന്നതും നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത ഭാരം ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക. ഉത്തരവാദിത്തങ്ങൾ വിഭജിച്ച് നൽകുക. അനാവശ്യമായ ഇമോഷണൽ ബേർഡൻ ഒഴിവാക്കുക. അടുത്തതായി വന്നിരിക്കുന്നത് 8 ഓഫ് സോർഡ്സ് ആണ്. നിങ്ങളുടെ ഉള്ളിൽ പുതിയ ഐഡിയാസും പെർസ്പെക്റ്റീവ്സും വരുന്നുണ്ട്. പുതിയ ഉൾക്കാഴ്ചകൾ നിങ്ങളിൽ വികസിച്ചു വരുന്നുണ്ട്. ഈ ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനെ മറികടക്കാനുള്ള ആശയങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഫ്രഷ് സ്റ്റാർട്ട് അല്ലെങ്കിൽ ന്യൂ ബിഗിനിങ് ആണ് നിങ്ങൾക്ക് പ്രപഞ്ചം വാഗ്ദാനം ചെയ്യുന്നത്. വ്യക്തമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മെൻ്റൽ ക്ലാരിറ്റിയിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. അത് ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. തെറ്റിദ്ധാരണകളെ എല്ലാം ഒഴിവാക്കുക. ബുദ്ധിപരമായി ചിന്തിച്ച് പ്രായോഗികമായ തീരുമാനങ്ങൾ എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും.